മനുഷ്യരെ കൊണ്ട് എന്തും സാധിക്കും. അതിനു വേണ്ടത് അപാരമായ മനഃശക്തിയും അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഊർജവുമാണ്. അത് നമുക്ക് ആവശ്യത്തിലധികമുണ്ടെന്ന് കാണിച്ചു തന്ന സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. നമുക്കറിയാം അതൊരു സിനിമയല്ല, 11 കൂട്ടുകാരുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെട്ട ആ ഗുഹയിലേക്ക് തൻ്റെ പ്രിയ കൂട്ടുകാരൻ വീണ സമയത്ത് പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥർ പോലും പിന്മാറിയ സന്ദർഭത്തിൽ സകലമാന ധൈര്യവും സംഭരിച്ചുകൊണ്ടാണ് കുട്ടേട്ടൻ എന്ന കഥാപാത്രം, അല്ല കുട്ടേട്ടൻ എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ഹീറോ ഇറങ്ങി തൻ്റെ കൂട്ടുകാരനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 13 പേർ മരണപ്പെട്ട ഗുഹയാണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ കൂട്ടുകാരൻ 14ാമത്തെ ആളാണെന്ന് പറയപ്പെട്ടിട്ടും താൻ ചിലപ്പോൾ 15ാമത്തെ ആളാവാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവുണ്ടായിട്ടും ആ കുഴിയിലിറങ്ങി സുഭാഷിനെ രക്ഷിക്കാനുള്ള എനർജി കിട്ടിയത് മനസ്സിലൊരായിരം തവണ അത് വേണം അത് വേണം അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടാവാം. ഒരു ഇൻ്റർവ്യൂവിൽ കുട്ടേട്ടൻ പറയുന്നുണ്ട്, സുഭാഷ് ഇല്ലാതെ എങ്ങനെ അവൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. അടുത്തത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പവറാണ്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാവരും എതിർത്തിട്ടും സാഹചര്യമെല്ലാം പ്രതികൂലമായിട്ടും കുട്ടേട്ടൻ ആ ഗുഹയിലേക്ക് ഇറങ്ങാനെടുത്ത തീരുമാനമാണ് സുഭാഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ട സമയമാണിപ്പോൾ. 2 കാര്യങ്ങളാണ്. 1, ഏത് കോഴ്സ് പഠിക്കണം. 2, എവിടെ പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, നിങ്ങളുടെ പാഷൻ എന്താണോ അതനുസരിച്ച് നമ്മൾ പഠിക്കണം. രണ്ടാമത്തത് എവിടെ പഠിക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, നിങ്ങളുടെ സ്കോർ ഇപ്പോൾ എത്രയാണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത്, അതിനേക്കാൾ ഒരുപാട് മുകളിലേക്ക് നിങ്ങൾ ഒന്നും കൂടി ശ്രമിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റും. അതിനുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണിത്. നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വന്നേക്കാം. മുമ്പ് ശ്രമിച്ച് കിട്ടാത്ത ആൾക്കാരുടെ, അല്ലെങ്കിൽ ഇത്രമാത്രം സീറ്റുകൾ മാത്രമേ ഉള്ളൂ, ഇത്രയധികം ആൾക്കാർ എഴുതുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കേട്ടേക്കാം. നിങ്ങൾ ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. മുമ്പ് ആർക്ക് കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് നമ്മുടെ കാര്യമല്ല. അതോടൊപ്പം തന്നെ നമുക്ക് ലക്ഷക്കണക്കിന് സീറ്റും നമുക്ക് വേണ്ട, നമുക്ക് ഒരു സീറ്റാണ് വേണ്ടത്. അത് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് മനസ്സിനെ ഒരുപാട് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്നും കൂടി പഠിച്ച് നല്ലൊരു കോളേജിലെത്തി നിങ്ങളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ മുഖത്തുണ്ടാവുന്ന പുഞ്ചിരി അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം, അവരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് ഇതിനൊക്കെ ശ്രമിക്കുവാനുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുക.